പറഞ്ഞു വെക്കാൻ ഡാൻ ഇവർ പറയുന്നത് ഈ കുട്ടികൾക്കെതിരെ ഈ 3 പേർ സഹപാഠികളെന്ന് കരുതിയവർ ഈ കുട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവർ അത് നിസാര കാര്യങ്ങൾക്കാണ് ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നത്. അത് ഇത്ര വലിയ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോലും കാണില്ല. വല്ലാത്ത വിഷമത്തിലുള്ള ആ കുടുംബത്തിന് പങ്കുവെക്കാനുള്ളത് ഈ ഹോസ്റ്റലിലും മറ്റും ഈ കുട്ടി ഈ സഹപാഠികളിൽ നിന്ന് അനുഭവിച്ച പീഡനവും മറ്റുമാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ അറസ്റ്റിലായ 3 കുട്ടികൾ മാത്രമാണോ ഈ ഒരു മരണത്തിന് കാരണക്കാർ? രഞ്ജിത്തെ, കഴിഞ്ഞ ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം രേഖാമൂലം കോളേജ് അധികൃതർക്ക് പരാതി നൽകുന്നത്. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ അമ്മുവിനെയും അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള 3 സഹപാഠികളെയും പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് മെമ്മോ നൽകുകയും ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ അവർ ഈ അമ്മുവിന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. അതിനൊക്കെ ശേഷം അതിനേക്കാൾ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ വീണ്ടും മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന, ശാരീരികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് അമ്മു തന്നെ തന്നോട് പറഞ്ഞുവെന്നാണ് അമ്മുവിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം ഇവിടെ ഗുരുതരമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഈ 3 കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, സഹപാഠികളുടെ ഭാഗത്ത് നിന്ന് മാനസികമായുള്ള പീഡനമടക്കം പലപ്പോഴായി ഉണ്ടായി എന്ന കാര്യം കോളേജ് അധികൃതരെ അറിയിച്ചിട്ടും അതിനെതിരെ കൃത്യമായ നടപടി ഉറപ്പുവരുത്താൻ കോളേജ് അധികാരികൾക്ക് കഴിയാതെ പോയതാണ് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക്. അതായത് ഇന്ന് അമ്മു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നു. അവരിത് കുട്ടിയുമായി സംസാരിച്ചിരുന്നു. ഈ കുട്ടി പലവട്ടം ഈ വിഷയങ്ങളൊക്കെ, സഹപാഠികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അത് കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർ ഇടപെട്ടില്ല, അല്ലെങ്കിൽ അവർ ഈ കുട്ടിയെ അത്തരത്തിൽ സംരക്ഷിക്കാൻ തയ്യാറായില്ല. നേരത്തെയും പറയുന്നുണ്ട്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അലർജി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, ആഹാരത്തിലൊക്കെ ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ് അമ്മു. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന്, ആ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ആ കുട്ടിക്ക് എന്ന പരാതിയാണ് വേദനയോടെ ആ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അല്ലേ ഡാൻ? രഞ്ജിത്ത്, അമ്മുവിന്റെ സഹോദരൻ ഭീമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിയമവഴിയിലുള്ള ഒരുപാട് മറ്റ് ആളുകളുണ്ട്. അവരെല്ലാവരും കൃത്യമായി ഇതിനൊരു പരിഹാരം എന്നവണ്ണം നിർദ്ദേശിച്ചത് കോളേജ് അധികാരികളുമായി ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടത്തിയതിനു ശേഷം പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മറ്റ് നിയമവഴികളിലേക്ക് പോകാമെന്ന തരത്തിലായിരുന്നു. അങ്ങനെയാണ് 18-ാം തീയതി, കഴിഞ്ഞ 18-ാം തീയതി കോളേജ് അധികൃതരുമായി ഈ കുടുംബാംഗങ്ങൾ സംസാരിക്കാനും അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുകയെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അമ്മുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും ആ 18-ാം തീയതി ഈ ചർച്ചയിൽ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലീസിന് പരാതി നൽകുന്നതടക്കമുള്ള മറ്റ് അധികാരികൾക്ക് പരാതി നൽകുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു കുടുംബം. പക്ഷേ അതിനെ കാത്തു നിൽക്കാതെ അമ്മുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച വേദനയോടെ കേരളം കേൾക്കാൻ ഇടയായത്. എന്തായാലും പോലീസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെ ഏറെ പ്രതീക്ഷയോടെ ഈ കുടുംബം നോക്കിക്കാണുമ്പോൾ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ കുടുംബത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി നേരിൽ സംസാരിച്ച് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം കോളേജ് അധികൃതരുടെ വിശദീകരണം കൂടെ ലഭിച്ചതിന് ശേഷം ആരോഗ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് കോളേജുമായി ബന്ധപ്പെട്ട അതിന്റെ അധികൃതർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്കുള്ള ശുപാർശ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ അത് ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ സഹപാഠികളായ 3 വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് കോളേജ് അധികൃതരുടെ വീഴ്ചയ്ക്ക് എതിരായ നടപടി കൂടിയായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതാണ് സാഹചര്യം.